ഇന്ന് നിങ്ങളോട് വേറെ സ്റ്റോറി പറയാവേ. മനു വർക്ക് ചെയ്യുന്ന സ്കൂളിൽ ഹോസ്റ്റലുണ്ട് കേട്ടോ. അപ്പം തിങ്കൾ മുതൽ വെള്ളി വരെ ഇങ്ങനെ ദൂര സ്ഥലത്ത് താമസിക്കുന്ന പിള്ളേരൊക്കെ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ കഥ 2 വർഷം മുമ്പ് നടന്നതാണ്. അപ്പോൾ ആ ഹോസ്റ്റലിൽ നിൽക്കാൻ വേണ്ടി മരിയ എന്ന് പറഞ്ഞൊരു കൊച്ചു വന്നു കേട്ടോ. അതിനൊരു 7 വയസ്സോ അല്ലെങ്കിൽ ഒരു 8 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ ആ കൊച്ചു കിടന്നുറങ്ങുന്ന റൂമിൽ വേറെ പിള്ളേരുണ്ടെങ്കിലും ഈ കൊച്ചിന് ഒരു കട്ടിലേൽ ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണ്. സാധാരണ ഇവിടുത്തെ പിള്ളേർക്ക് അങ്ങനെ പേടി ഉണ്ടാകാറില്ല, കാരണം ഇവർ ചെറുപ്പത്തിൽ ഇങ്ങനെ മാറി കിടത്തി ശീലിപ്പിക്കുന്നതാണ്. പിന്നെ ഈ പിള്ളേരൊക്കെ രാത്രിയിൽ നോക്കാൻ മൊത്തത്തിൽ ഒരാളേ ഉള്ളൂ. അപ്പോൾ ഈ കൊച്ചിൻ്റെ അടുത്ത് ഈ നോക്കുന്നയാൾക്ക് തന്നെ വന്നിരിക്കാനും പറ്റത്തില്ല, കാരണം ബാക്കി പിള്ളേരെ നോക്കണ്ടേ. അപ്പോൾ മനു എന്നോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, വേറെ ഒരു ജോലിക്കാരിനെ കൊച്ചിനെ നോക്കാൻ കിട്ടുന്നോടം വരെ 2 ദിവസമെങ്കിലും ഈ കൊച്ചിൻ്റെ അടുത്ത് ഒന്ന് വന്ന് കിടക്കാൻ കേട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ കൊച്ചിൻ്റെ അടുത്ത് കിടക്കാൻ പോയി. ഞാൻ റൂമിൽ ചെന്ന് ഇതിൻ്റെ കട്ടിലേക്ക് ഇരിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ കിടക്കണം കേട്ടോ. ഇതെൻ്റെ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് പറയും, പോകല്ലിട്ടോ, ഇവിടെ നിന്ന് പോകല്ല, അതിന് പേടിയപ്പം നമ്മൾ മാറിപ്പോകുമോന്നേ. എന്നിട്ട് അത് ഉറങ്ങി കഴിഞ്ഞാൽ പോലും എൻ്റെ കയ്യിൽ നിന്ന് വിടത്തില്ല കേട്ടോ. പിന്നെ 2-ാം ദിവസം ഞാൻ അതിൻ്റെ അടുത്ത് കിടക്കാൻ പോയപ്പം പിന്നെ അതെന്നെ എറമാനാന്നാട്ടോ വിളിക്കുന്നത്. എറമാനാന്ന് വെച്ചാൽ സ്പാനിഷിൽ ചേച്ചി എന്നാട്ടോ അർത്ഥം. അപ്പം ഞാൻ മനുവിനോട് പറഞ്ഞു, ഒന്നെങ്കിൽ ഇതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാവും, അല്ലെങ്കിൽ ഇത്രയും ഭയം എന്തിനാണ് ഈ കൊച്ചിന് ഒറ്റയ്ക്ക് കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെയുള്ള സ്കൂളിലുള്ള ആൾക്കാരൊക്കെ ഇതിനൊരു സൈക്കോളജിസ്റ്റിനെ കാണിച്ചു പിള്ളേരുടെ. അപ്പം കാണിച്ചപ്പോൾ ഈ കൊച്ചിൻ്റെ സ്റ്റോറി അറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിട്ടോ. കാരണം ഇതിൻ്റെ വല്യപ്പനില്ലേ, ഇതിൻ്റെ അപ്പനെ നേരിട്ട് ഇങ്ങനെ കുത്തിക്കൊല്ലുന്നത് ഇതിൻ്റെ ഒരു 4 വയസ്സിലോ 5 വയസ്സിലോ ഇത് നേരിട്ട് കണ്ടു. അതിൻ്റെ പേടി കാരണം കേട്ടോ ഇതിന് ഒറ്റയ്ക്ക് കിടക്കാനോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് നിൽക്കാനോ ഒക്കെ ഭയങ്കര പേടി. ഇതിൻ്റെ വിചാരം ഇതിങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒറ്റയ്ക്കൊരു സ്ഥലത്ത് കിടക്കുമ്പോൾ ഇതിനെ ആരെങ്കിലും കൊല്ലാൻ വരും, അല്ലെങ്കിൽ വല്യപ്പം വന്ന് കൊല്ലും. അതുകൊണ്ടാണ് ഇതിന് ഭയങ്കര പേടി. പിന്നെ ഇതിനെ നോക്കാൻ വേണ്ടി തന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും സ്പെഷ്യലായിട്ട് ഒരു ജോലിക്കാരീനെ ആക്കി കേട്ടോ. പക്ഷെ ഇപ്പോഴും അതിനെ പുറത്തുനിന്ന് കാണുമ്പോൾ അതിന് ഭയങ്കര സ്നേഹമാണ്. ഇപ്പോൾ 2 വർഷം കഴിഞ്ഞില്ലേ, ഇപ്പോൾ ആൾ മിടുക്കിയായിട്ടോ. ഇപ്പം അതിനങ്ങനെ പേടിയൊക്കെ മാറിയെന്നാണ് മനു പറഞ്ഞത്.